കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 4:5 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഏറ്റവും മുകളിലത്തെ ഫ്രെയിമിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് ഫ്രെയിമിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആവശ്യമെങ്കിൽ ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ അധികമായുള്ള ഭാഗങ്ങൾ ഈ രീതിയിൽ ക്രോപ്പ് ചെയ്ത് കളയേണ്ടതാണ്. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രെയിമുകളിലേക്കും വരേണ്ട ഇമേജുകളും ഓപ്പൺ ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ ഫ്രെയിമുകൾക്കും വേണ്ട ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കാലണ്ടർ ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ ലെഫ്റ്റ് സൈഡിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ഡൗൺ കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സിംഗിൾ ലവ് ഹാർട്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ലെയർ നിങ്ങൾക്ക് വേണ്ട ഡേറ്റിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ലെയർ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് പോപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫ്ലവർ ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിൽ മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കോഡ്സ് എൻ്റർ ചെയ്യുക. കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ ലെയർ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് ഡൗൺ കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഏറ്റവും മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷൻ അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷനും ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.